ഷിരൂരിൽ അർജുന്റെ ട്രക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലാണ്. ഗംഗാവലി പുഴയിലെ തെരച്ചിലിൽ തലകീഴായി മറിഞ്ഞ നിലയ്ക്ക് ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ട്രക്ക് അർജുൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. 2 ടയറുകളും പുഴയിൽ നിന്നും ലഭിച്ചു എന്നാണ് വിവരം. കൂടുതൽ തെരച്ചിൽ നടത്തുമെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. ലോറിയുടെ ഭാഗം കണ്ടെത്തി എന്ന കാർവാർ MLA സതീഷ് സെയിലും സ്ഥിരീകരിച്ചു. എന്നാൽ ലോറി അർജുൻ്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. തിരച്ചിൽ രാത്രി വരെ തുടരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത്. AK അഭിലാഷും ദീപക് മലയമേയും വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ സതീഷ് സെയിലിൻ്റെ പ്രതികരണത്തിൽ തുടങ്ങാം. അദ്ദേഹം പറയുന്നത് തിരച്ചിൽ പുരോഗമിക്കും, തിരച്ചിൽ തുടരുമ്പോൾ വൈകിട്ട് 7 മണി വരെ, ഇരുട്ടാകും വരെ തിരച്ചിൽ തുടരുമെന്നല്ലേ അറിയിച്ചിട്ടുള്ളത്. ഈ 15 അടി താഴ്ചയുള്ള ട്രക്ക് പുറത്തേക്ക് എത്തിക്കാനെടുക്കുന്ന സമയം, അതേക്കുറിച്ച് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? കാരണം ഇത് ട്രക്ക് എങ്ങനെ പുറത്തെത്തിക്കാം എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള സാങ്കേതിക കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ട്രക്ക് ഏതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കും. അതുവരെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതോടൊപ്പം ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നത്. കാരണം ഈ ട്രക്ക് ഏതാണ്ട് 8 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പ്രധാനമായും ഇപ്പോൾ വലിയ തരത്തിൽ വിമർശനങ്ങളൊക്കെ ഉയരുകയാണ്. കാരണം ഈ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് വൈകലുണ്ടായി എന്നുള്ള കാര്യത്തിലൊക്കെ ചില വിമർശനങ്ങൾ വരുന്നു. അപ്പോൾ പറയുന്നത് ഇത് പ്രധാനമായും സംസ്ഥാന സർക്കാർ, അതായത് കർണാടക സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും പ്രത്യേക എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഉതകുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഈ SP അതോടൊപ്പം തന്നെ കാർവാർ MLA ഒക്കെ പറയുന്നത്. കാരണം ഇപ്പോൾ ഡ്രഡ്ജർ മെഷീൻ അടക്കം ഇവിടെ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ചില മിസ്ലീഡിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചില 2-3 ദിവസങ്ങൾ ഇതിൽ തെറ്റായ രീതിയിൽ ഇതിൻ്റെ തെരച്ചിലടക്കം പോയിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ പോയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരണം ഈ ലക്ഷ്മണൻ്റെ കടയ്ക്ക് പിന്നിൽ വശത്തേക്കായിരിക്കും ഈ ട്രക്ക് അടക്കം മറിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുള്ളതെന്ന് ഞങ്ങൾ MLAയും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അടക്കം സംസാരിക്കുകയും ആ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ദൃശ്യം സൂക്ഷിച്ചു നോക്കിയാൽ ആ ഒരു നീങ്ങലിൽ ടയറിൻ്റെ ദൃശ്യം കാണാൻ സാധിക്കും. ഈശ്വർ മാൽപേ നേവിക്കൊപ്പം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2 ടയറുകൾ കണ്ടെത്തിയെന്നാണ് നമുക്കറിയാനാകുന്നത്. 2 ടയറുകൾ, ആ ടയറുകൾ അർജുൻ്റെ ട്രക്കിൻ്റെ തന്നെയാണോ എന്നാണ് അറിയേണ്ടത്. ട്രക്കിൽ നിന്നും ടയർ കണ്ടെത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലോറി ഈ ട്രക്ക് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇനി കടക്കാനിരിക്കുന്നേയുള്ളൂ. ഷിരൂരിലെ തിരച്ചിലെ നിർണായക ദൃശ്യങ്ങളാണ്. ടയർ കാണാം, ഇപ്പോൾ ടയർ കാണാം, കയറ് കാണാം. വീണ്ടും ദൃശ്യങ്ങൾ മങ്ങി. പക്ഷേ ആ ടയർ കണ്ടിരുന്നു, കൃത്യമായി കണ്ടിരുന്നു. ഒരു കയറും കണ്ടിരുന്നു. ഒരു ട്രക്ക് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ്, കമിഴ്ന്ന് പോയ നിലയിലാണുള്ളത്. ഒരു 15 അല്ല 20 അടി താഴ്ചയിലെങ്കിലുമാണ് വാഹനം എന്നുള്ളതാണ് നേരത്തെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്തത്. ദൃശ്യത്തിൽ ടയറും കാണാം, ഒപ്പം തന്നെ കയറും കാണാം. ആ ദൃശ്യങ്ങൾ, ആ ഭാഗം ഒന്നുകൂടി കാണേണ്ടതുണ്ട്. ഷിരൂർ ഗംഗാവലി പുഴയിൽ നിന്നും പ്രതീക്ഷയുടെ കിരണം ഉയരുകയാണ്. അവിടെ തിരച്ചിലിൽ ആദ്യം തടിക്കഷ്ണം കണ്ടെത്തി. ആ തടിക്കഷ്ണം എന്നുള്ളത് അർജുൻ്റെ ലോറിയിൽ നിന്ന് തന്നെയുള്ളതാണ് എന്ന് ലോറി ഉടമ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആ ടയറുകൾ അർജുൻ്റെ ട്രക്കിൻ്റേത് തന്നെയാണോ അതറിയാൻ ഇനി അല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും തിരച്ചിൽ വളരെ വേഗത്തിൽ പുരോഗമിക്കും. രാത്രി വരെ, ഇരുട്ട് വീഴും വരെ തിരച്ചിൽ തുടരുമെന്നുള്ള കാര്യമാണ് നേരത്തെ കാർവാർ MLA പറഞ്ഞത്. ജലത്തിനടിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കാണാം, വെള്ളത്തിനടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ടയറും കയറും കാണാനാകുന്നുണ്ട്. നിലവിൽ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ടാണ് തിരച്ചിൽ തടസ്സമില്ലാതെ നീങ്ങുന്നത്. അങ്ങനെ കാലാവസ്ഥ അനുകൂലമായ ദിവസങ്ങളാകട്ടെ ഇനിയും അങ്ങോട്ട് എന്ന് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഇന്നലെ പൂജയൊക്കെ നടത്തിയ ശേഷമാണ് ഈ തിരച്ചിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. അതിനെടുത്ത സമയം പോലും ഇപ്പോൾ പരാതിക്കിടയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു വലിയ തിരച്ചിലേക്ക് കടക്കുന്നു. അർജുൻ്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് ആ തിരച്ചിലേക്ക് എത്തിയത്. ഈ ഡ്രഡ്ജർ അത്യാധുനിക സംവിധാനമുള്ള ഭാരമേറിയ ഡ്രഡ്ജറാണ്. അത് ആഴത്തിൽ പരിശോധന നടത്താൻ, തിരച്ചിൽ നടത്താൻ കഴിവുള്ള ഡ്രഡ്ജറാണ്. ആ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ. ഇന്നലെ അരമണിക്കൂറേ ആ തിരച്ചിൽ നടന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഉച്ച കഴിയാൻ ഈ വേലിയിറക്കത്തിന് കാത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ തിരച്ചിൽ വേഗത്തിലാകും എന്നുള്ളതാണ്. ടയറും കാണാം, ഒപ്പം കയറും കാണാം.
ഇനി 15 അടി 20 അടി താഴ്ചയിൽ നിന്ന് ഈ വാഹനം പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ് ദൗത്യം. ഏത് വാഹനമാണത്? അർജുൻ്റേതാണോ അതോ മറ്റ് അപകടത്തിൽ കാണാതായ മറ്റേതെങ്കിലും വാഹനത്തിൻ്റെതാണോ അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. പ്രതീക്ഷയോടെ തിരച്ചിൽ പുനരാരംഭിക്കുന്നു. ഈശ്വർ മാൽപേ യഥാർത്ഥത്തിൽ അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചൊരു ഈശ്വരൻ തന്നെയാണ്. നേരത്തെ പലതവണ തിരച്ചിൽ നടത്തിയെങ്കിലും പാതി വഴിക്ക് തിരച്ചിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഈശ്വർ മാൽപേ എത്തിയിരിക്കുന്നു. മാൽപേ വീണ്ടും ഇറങ്ങുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.